നമസ്കാരം. മറുനാടൻ മലയാളിയുടെ തെരഞ്ഞെടുപ്പ് സർവേയുടെ അനുബന്ധ ചോദ്യങ്ങൾ സംബന്ധിച്ച ഉത്തരങ്ങളെ വിശകലനം ചെയ്യുകയാണ്. നമ്മൾ പ്രധാനമായും സർവേ നടത്തിയത് 2 ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനെയർ എന്നുള്ളത് ആ ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ള ചോദ്യമായിരുന്നു. അതിന് LDF, UDF, NDA, മറ്റുള്ളവർ നോട്ട എന്നിങ്ങനെയുള്ള ആൻസറാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിലിഷ്ടമുള്ള കോളം ടിക്ക് ചെയ്യുകയാണ് വോട്ടർമാർ ചെയ്തത്. അപ്പോൾ ഞാനടക്കം ഇലക്ഷൻ സർവേയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഈ അനുബന്ധ ക്വസ്റ്റ്യൻ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ വോട്ടർമാർക്ക് മുന്നിലേക്ക് വെച്ചത്. ഒരുപാട് പേരത് ആൻസർ ചെയ്യാൻ വിസമ്മതിച്ചു. കാരണം 10 ചോദ്യങ്ങളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും നിലവിലുള്ള നേതാക്കളെപ്പറ്റിയും എല്ലാ 3 മുന്നണികളുടെയും നേതാക്കളെക്കുറിച്ചും അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാക്കൾ ആരാണെന്നതിനെക്കുറിച്ചും അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ചും NDAയുടെ പ്രകടനത്തെക്കുറിച്ചും 2020യുടെ സിനിമാ താരങ്ങളെ ഇറക്കിയുള്ള കളിയെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം പ്രതികരിച്ചത് കൂടുതലും സ്ത്രീകളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ആൾക്കാരാണ്. കാരണം ഈ ഫോം പൂരിപ്പിച്ച് 10 ക്വസ്റ്റ്യൻ ആൻസർ തരാൻ വേണ്ടി അധിക സമയം എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എങ്കിൽ പോലും വളരെ ക്ഷമയോടെ നമ്മുടെ വോട്ടർമാർ, ഞങ്ങൾ സമീപിച്ചിട്ടുള്ള വോട്ടർമാർ വളരെ ക്ഷമയോടെ അത് മുഴുവൻ വായിച്ചു നോക്കി അവരതിനോട് കൃത്യമായി പ്രതികരിച്ചു. പ്രതികരിച്ചവരിൽ എല്ലാ വിധത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പാർട്ടിക്കാരുണ്ടായിരുന്നു, രാഷ്ട്രീയം തൊഴിലാക്കിയവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നും നമ്മൾ ശരിക്കും ഈ സർവേ എടുത്തപ്പോൾ നമ്മൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വർക്കാണ്. അതായത് ഞങ്ങൾ വീടുകൾ സന്ദർശിച്ചു. ഓരോ പഞ്ചായത്തിലും ഞങ്ങൾ കയറി കുറച്ച് വീടുകളിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായിരുന്നു. അതുപോലെ 4 ആൾ കൂടുന്ന കവലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ, KSRTC ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പ്രതികരണമാണ് എടുത്തിരുന്നത്. തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു അജണ്ട എന്ന് പറയുന്നത് 2ാം പിണറായി സർക്കാർ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. അതിനാൽ തന്നെ ഭരണവിരുദ്ധ വികാരമില്ല. 3ാം പിണറായി സർക്കാർ ലോഡിംഗ് ആണ് എന്നൊക്കെയാണ്. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സർക്കാർ പൂർത്തിയാക്കിയ പദ്ധതികളെക്കുറിച്ചും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് തന്നെ ആൾക്കാർ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 10 ചോദ്യങ്ങളുടെ മറുപടിയാണ്. അതിൽ നിന്നും നമ്മൾ ഓരോ ചോദ്യങ്ങളിലും ഓരോ വീഡിയോ ആക്കിയാണ് നമ്മൾ നൽകാൻ പോകുന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ആൾക്കാരും ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനർ കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചില വിഷയങ്ങൾ അറിയാത്തതുണ്ടായിരുന്നു. അതായത് രാഷ്ട്രീയ വിഷയങ്ങളിൽ ചിലർ അജ്ഞരായിരുന്നു. ഇനി ചിലയിടത്താകട്ടെ, ഇപ്പോൾ ദേവികുളം, ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല പോലെയുള്ള സ്ഥലങ്ങളിലാകട്ടെ ഈ വോട്ടർമാർക്ക് തമിഴ് മാത്രമാണ് അറിയാമായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന വോട്ടർമാരോട് നമ്മളത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ഇതിനകത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി വാങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും പ്രതികരിക്കാത്തതായിട്ട് വളരെ കുറച്ച് ആൾക്കാർ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് തിരിച്ചു തന്നു. ചില ആൾക്കാർ ഇത് വായിച്ചിട്ട് അവർക്ക് ഇഷ്ടമെന്ന് തോന്നിയിട്ടുള്ള ചില കോളങ്ങൾ മാത്രമാണ് പൂരിപ്പിച്ചതെന്ന്. എന്നിരുന്നാൽ പോലും നമ്മൾ നടത്തിയ ഗ്രൗണ്ട് ലെവൽ സർവേയിൽ വളരെ നന്നായിട്ടാണ് വോട്ടർമാർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അവബോധമുള്ള വീട്ടമ്മമാരെ വരെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരമില്ല, അതിനാൽ തന്നെ 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ ഉണ്ടാവും എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു CPM ചെയ്ത്. LDFും ഇപ്പോൾ അതേ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ആ ഒരു പ്രചാരണം, ഭരണവിരുദ്ധ വികാരം ഒന്ന് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ 3ാം പിണറായി സർക്കാർ ലോഡിംഗ് ആണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല ഗ്രൗണ്ട് റിയാലിറ്റി. യാഥാർത്ഥ്യം എന്നുള്ളത് കടുത്ത ഭരണവിരുദ്ധ വികാരം തന്നെ ഉണ്ട്. അതിനേക്കാൾ ഉപരി, ഭരണവിരുദ്ധ വികാരത്തേക്കാൾ ഉപരി പിണറായി വിരുദ്ധ വികാരമാണ് കൂടുതലുള്ളത്. CPMൻ്റെ അണികളും പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ളവർ പോലും നമ്മളോട് സ്വകാര്യമായി സംസാരിച്ചു. ഈ കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ മറുനാടൻ മലയാളി സർവേയുമായി ബന്ധപ്പെട്ട ചോദ്യാവലി പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ചിത്രം 2ാം പിണറായി സർക്കാരിൻ്റെ പ്രകടനം ശരാശരി മാത്രമാണെന്നാണ്. അതുപോലെ തന്നെ തങ്ങളുടെ മണ്ഡലങ്ങളിൽ വേണ്ടത്ര വികസനം നടന്നിട്ടില്ലെന്ന് ഭൂരിഭാഗം പേരും വിലയിരുത്തുകയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ പ്രകടനം എങ്ങനെ എന്ന ചോദ്യത്തിന്
വെറും 9% പേർ മാത്രമാണ് മികച്ചത് എന്ന് മാർക്കിട്ടത്. അതായത് കടുത്ത പാർട്ടി അനുഭാവികൾ പോലും, എന്തിന് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും സർക്കാർ മികച്ചതാണെന്നുള്ള ഒരു അഭിപ്രായം ഇല്ല. 40% പേർ സർക്കാർ ശരാശരിയാണെന്ന് പറയുന്നു. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന 28% പേർ സർക്കാരിൻ്റെ പ്രവർത്തനം മോശമെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. 23% പേർ വളരെ മോശം എന്ന് പറയുന്നു. മികച്ചത് എന്ന് പറയുന്നത് വെറും 9% പേരാണ്. 9% പേരാണ് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനം മികച്ചതാണെന്ന് പറയുന്നത്. അത് കാരണമുണ്ട്. അത് കൃത്യമായിട്ടുള്ള കടുത്ത CPM അനുഭാവികൾ മാത്രമാണ് അങ്ങനെയൊന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഭരണവിരുദ്ധ വികാരം എത്രത്തോളമുണ്ട് എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് CPM മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ CPMൻ്റെ കയ്യിലുള്ള ഏക പ്രചരണായുധം വയനാട്ടിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ടിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടുള്ളത് മാത്രമാണ്. ഞങ്ങളുടെ ഭരണ നേട്ടത്തെക്കുറിച്ചല്ല അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്ത് കോൺഗ്രസിനെതിരെ ഈ പറയുന്ന വയനാട് ഫണ്ട് പിരിവാണ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു ഒറ്റയാൾ പോരാളിയുടെ മുന്നിൽ അതെല്ലാം തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെയുള്ളത്. ഇനി അടുത്ത ചോദ്യം, പ്രതിപക്ഷത്തിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതായിരുന്നു. അതായത് പ്രതിപക്ഷമായ UDFൻ്റെ പ്രവർത്തനം എങ്ങനെ എന്ന ചോദ്യം. ജനങ്ങൾക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരം. 65% പേരും പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം വെറും ശരാശരി എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷം വളരെ മികച്ചതാണെന്ന അഭിപ്രായം വെറും 10%-നെ ഉള്ളൂ. മോശമാണെന്ന് 14% പേർ പറയുമ്പോൾ വളരെ മോശമാണെന്ന് 6% പേരും പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 60%-ഓളം പേർ ശരാശരി എന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണ തൃപ്തരല്ല ആരും. പ്രതിപക്ഷത്തിൻ്റെ ഇവിടുത്തെ പ്രകടനം പൂർണ്ണ തൃപ്തരല്ല. മോശമാണെന്ന് 14%-വും വളരെ മോശമാണെന്ന് 6% പേർ പറയുമ്പോഴേക്കും 20% പേർ ഇത് മോശമാണെന്നുള്ള നിലയിലേക്ക് പോകുന്നു. അതിൽ പകുതിയിലേറെ പേർ ശരാശരി എന്ന് പറയുന്നു. നല്ലതാണെന്ന് പറയുന്നത് വെറും 10% പേരാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം തീർത്തും മെച്ചമായിരുന്നില്ല. സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനം സംബന്ധിച്ചുള്ള വികാരവും വളരെ ശക്തമായിട്ട് തന്നെ വോട്ടർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ചോദ്യം, ഇരു മുന്നണികളെയും വെച്ച് നോക്കുമ്പോൾ NDAയുടെ പ്രകടനം എങ്ങനെയായിരുന്നു, BJPയുടെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നാണ്. അതായത് ഇരു മുന്നണികൾക്കുമെതിരെ പ്രതികരിക്കുന്നതിൽ BJP നയിക്കുന്ന NDA മുന്നണി വിജയിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അതിന് 40% പേരും ഈ NDAയുടെ പ്രതികരണം, അതായത് NDA ഈ ഇരു മുന്നണികൾക്കുമെതിരെ നടത്തിയ പ്രകടനം 40% പേരും അതെ എന്ന് ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അതിന് NDAയ്ക്ക് ഒരു മുന്നേറ്റമുണ്ട്. കാരണം അവർ തീർത്തും നിഷ്ക്രിയമായിരുന്നില്ല, നിർജീവമായിരുന്നില്ല. അവർ കൃത്യമായിട്ട് പ്രതികരിച്ചു. ഈ രണ്ട് മുന്നണികളുടെയും നടപടികൾക്കെതിരെ, പ്രതിപക്ഷത്തിനെതിരെയും ഭരണപക്ഷത്തിനെതിരെയും ഒരേ സമയം അവർ നന്നായിട്ട് പ്രതികരിച്ചു എന്ന് 40% പേരും ഉത്തരം നൽകി. അടുത്ത ഒരു ചോദ്യം, അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ അവസാന കാലം ഓടി നടന്ന് കുറേ ഇൻ്റർവ്യൂ പിണറായി വിജയൻ കൊടുത്തു. വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. വാതോരാതെ വികസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഓടിച്ചിട്ട് ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തി. ചിലതൊക്കെ പണി തീരുന്നതിന് മുമ്പ്, അത് സ്ഥിരമുള്ളതാണ്, ഏത് സർക്കാർ വന്നാലും അവസാന നാളുകളിൽ വരുമ്പോൾ പണി തീർന്നില്ലെങ്കിൽ ഓടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സന്തുഷ്ടനാണോ എന്ന നേരിട്ടുള്ള ചോദ്യമാണ്. അതാണ് സർക്കാരിൻ്റെ ഇതിനകത്തെ അളവുകോൽ. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അളവുകോൽ ഈ ഒരു ചോദ്യമാണ്. നേരിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ സന്തുഷ്ടനാണോ അല്ലയോ, ആണ് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ അഭിപ്രായമില്ല എന്നിങ്ങനെ 3 ഓപ്ഷനുകളാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനാണോ എന്നുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് സർവേയിൽ പങ്കെടുത്തവർ ഭൂരിഭാഗവും, അതായത് ഈ 60% അല്ല, 60%-ഓളം പേർ തങ്ങളുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ സംതൃപ്തരല്ല എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അതെ എന്ന് പറയുന്നത് 30% പേരാണ്. 10% പേർ ഈ ചോദ്യത്തോട് പ്രതികരിച്ചില്ല. ഇത് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. പിന്നെ ഇനി നമുക്കറിയാം, കഴിഞ്ഞ
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതീ പ്രവേശനം ഒരു വിഷയമായിരുന്നു. ആ ഒരു വിഷയം UDFന് വലിയൊരു നേട്ടം ഉണ്ടാക്കാനൊന്നും സാധിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു പ്രചാരണ വിഷയമാണെങ്കിൽ പോലും ശക്തമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് കൊടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഞങ്ങൾ മുന്നോട്ട് വെച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഈ സർക്കാരിൻ്റെ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4ഓളം ചോദ്യങ്ങൾ കൊടുത്തിരുന്നു. അതിൽ ഒരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി നിങ്ങൾ കാണുന്നത് എന്ത് എന്ന ചോദ്യത്തിൽ 34% പേരും അഴിമതിയും വർഗീയ പ്രീണനവും എന്ന ഉത്തരമാണ് തിരഞ്ഞെടുത്തത്. നമ്മൾ അതിന് ഒന്ന് കൊടുത്തിരുന്ന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു മറ്റൊരെണ്ണം. അഴിമതിയും വർഗീയ പ്രീണനവും എന്ന ഉത്തരം, ആ ഉത്തരമാണ് 34% പേരും തിരഞ്ഞെടുത്തത്. 21% പേർ തൊട്ടു പിന്നിൽ, നമ്മൾ കൊടുത്ത ഓപ്ഷനുകളിൽ തൊട്ടു പിന്നിൽ 21% പേർ ശബരിമല സ്വർണ്ണമോഷണം എന്നതിനെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത്. ഇതെല്ലാം ടിക്ക് ചെയ്ത ആൾക്കാരും ഉണ്ട്. ഞങ്ങളൊക്കെ പോയ സ്ഥലത്ത് ഫോം കൊടുത്തപ്പോൾ ഈ പറയുന്ന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഒഴികെ സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ കോളങ്ങളിലും ടിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ മറുനാടൻ പ്രീപോൾ സർവേയുടെ അനുബന്ധ ചോദ്യങ്ങളിലെ ഒരു സെഗ്മെൻ്റാണ് ഇപ്പോൾ ഇന്നിവിടെ ഞാൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെഗ്മെൻ്റ് ഉണ്ട്, അതായത് കേരളത്തിലെ ജനപ്രിയ നേതാക്കൾ ആരാണ്, അതുപോലെ 2020 പരീക്ഷണം വിജയിച്ചോ, അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.